വിജയരാഘവനായാലും പിന്നെ ധ്യാൻ ശ്രീനിവാസനായാലും കൊടുത്ത ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ഒക്കെയാണ്. ധ്യാൻ ചേട്ടൻ്റെ കരിയറിലെ ബെസ്റ്റ് പടം. ശ്രീനിവാസന്റെ കമ്പാക്ക് വേറൊരു മുഖമാണ്. കുറച്ച് ത്രില്ലറും കോമഡിയും കൂടി ചേർന്ന് പോകുന്ന ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. നല്ലൊരു മൂവി, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മൂവി. ഇപ്പോൾ വിജയരാഘവനൊക്കെ നല്ല അടിപൊളി ക്യാരക്ടറാണ്. വിജയരാഘവനായാലും പിന്നെ ധ്യാൻ ശ്രീനിവാസനായാലും കൊടുത്ത ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ നായകൻ എന്താ പേര് മറന്നു, നമ്മുടെ നായകനാണെങ്കിലും എല്ലാം സൂപ്പർ. ലുക്മാൻ അടിപൊളി പടം, സൂപ്പർ പടം, അടിപൊളി. നല്ല മേക്കിംഗ് ഒക്കെയാണ്. ധ്യാൻ ചേട്ടൻ്റെ കരിയറിലെ ബെസ്റ്റ് പടം. നന്നായിട്ടുണ്ട്. ധ്യാൻ, ലുക്മാൻ, ശീതള്, അവർ പേരിക്ക് പോയി കിട്ടുന്നില്ലേ, ശ്രീജ ചേച്ചിയുടെ മോള്, എല്ലാവരും പോയിട്ടുണ്ട്. ഞാനും ഉണ്ടായില്ലേ. പടത്തിലെ ഫൈറ്റുകളൊക്കെ നല്ല നല്ല മാസാണ്, തക്കാണ്. ഫാമിലിയായിട്ട് വന്നതാണ്. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ചേച്ചി, ധ്യാൻ ശ്രീനിവാസന്റെ ഒരു കംബാക്കാണോ സിനിമ? ശ്രീനിവാസന്റെ കമ്പാക്ക് വേറൊരു മുഖമാണ്. വേറൊരു നായകനല്ല ഇതിലങ്ങനെ, നായകൻ എന്ന് പറഞ്ഞ ക്യാരക്ടറല്ല. ആ വളയനെ ചുറ്റിപ്പറ്റി എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഒരാള് കുറച്ച് സമയത്ത് നായകനാവും, കുറച്ച് സമയത്ത് ആൾ തന്നെ പുതിയ നായകനാവും. കിട്ടില്ല, നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്കൊണ്ട് ധ്യാനമൊക്കെ ഭയങ്കര രസമുണ്ട്. ധ്യാനായാലും ലുക്കാണെങ്കിലും ഇതിൽ എല്ലാ ക്യാരക്ടറും, ശാന്തി ചേച്ചി ആണെങ്കിലും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ലുക്മാനല്ലോ ഫൈറ്റൊക്കെ വെറുതെ വേറെ ലെവലിൽ അടിപൊളി. നൈസ് നമുക്ക് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാം. ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ കണ്ടത്. ശരിക്കും ഞെട്ടിച്ചത് വിനീത് ശ്രീനിവാസനായിരുന്നു. പിന്നെ ഫൈറ്റ് അടിപൊളിയാണ്. പിന്നെ കഥ ഒരു നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു പൂർണ്ണത തോന്നിയില്ലായിരുന്നു. ചില ക്യാരക്ടറിനൊരു പൂർണ്ണതയില്ല. അതിൻ്റെ ഉള്ള സ്പേസ് കൊടുത്താണ് ക്യാരക്ടർ ഡെവലപ്മെൻ്റൊക്കെ അടിപൊളിയാണ്. പക്ഷെ അതിനൊരു പൂർണ്ണത കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും കണ്ടിരിക്കാം, ഒരിക്കലും ബോറടിപ്പിക്കില്ല. സെക്കൻഡ് പാർട്ട് അടിപൊളിയാണ്. ശരിക്കും കോമഡി മാത്രമല്ല, അവർ പറഞ്ഞ പോലെ ഒരു ത്രില്ലറും കൂടിയാണ്. കുറച്ച് ത്രില്ലറും കോമഡിയും കൂടി ചേർന്ന് പോകുന്ന ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടും എന്തായാലും.